ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ കൂട്ടസ്ഥലം മാറ്റം. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ അഴിച്ചുപണി. സൂപ്രണ്ട്, അഡീഷണൽ സൂപ്രണ്ട്, ഡെപ്യൂട്ടി സൂപ്രണ്ട്, റെസിഡൻസ് മെഡിക്കൽ ഓഫീസർ തസ്തികകളിലേക്കാണ് പുതിയ നിയമനങ്ങൾ. മഴ. കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ടൂറിസം കേന്ദ്രങ്ങളിലും സഞ്ചാരികൾക്ക് വിലക്ക്. കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ടൂറിസം കേന്ദ്രങ്ങളിലും സഞ്ചാരികൾക്ക് വിലക്ക്. ജൂൺ 6, 7 തീയതികളിൽ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് നടപടി. DTPCയുടെ കീഴിലുള്ള വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ എല്ലാ കേന്ദ്രങ്ങളും അടച്ചിടും. റെഡ് അലർട്ട് നിലനിൽക്കുന്ന ദിവസങ്ങളിൽ സഞ്ചാരികൾക്ക് പ്രവേശനം ഉണ്ടാകില്ല. സഞ്ചാരികളുടെ സുരക്ഷ മുൻനിർത്തിയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിലങ്ങാട് മേഖലയിൽ നിന്നും ജനങ്ങളെ ഉടൻ മാറ്റി താമസിപ്പിക്കുവാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. രാവിലെ 9 വരണം, ഒറ്റയ്ക്ക് വരരുത്, പോലീസുകാർക്ക് പൂക്കൾ നൽകണം. പ്രതിഷേധക്കാർക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി CJP. ജന്തർ മന്ദിറിൽ നടക്കുന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കോക്രോച്ച് ജനതാ പാർട്ടി. രാവിലെ 9 മണിക്ക് ജന്തർ മന്ദിറിൽ എത്തണം എന്നാണ് നിർദ്ദേശം. ഒറ്റയ്ക്ക് വരരുത്, പോലീസുകാരോട് മോശമായി പെരുമാറരുത്, പ്രതിഷേധം പൂർണ്ണമായി ചിത്രീകരിക്കണം, പ്രശ്നക്കാരുണ്ടെന്ന് കണ്ടെത്തിയാൽ പോലീസിൽ പിടിച്ചേൽപ്പിക്കണം, ചൂടിനെ പ്രതിരോധിക്കുവാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നെല്ലാമാണ് നിർദ്ദേശം. ഇടുക്കിയിൽ വൈദ്യുതാഘാതമേറ്റ യുവാവിന് ദാരുണാന്ത്യം. ഇടുക്കി അടിമാലിയിൽ വൈദ്യുതാഘാതമേറ്റ് യുവാവ് മരിച്ചു. ഇരുമ്പുപാലം പടിക്കപ്പ് ഉന്നതിയിലെ രമേശാണ് മരിച്ചത്. മഴ ആരംഭിച്ചതോടെ വൈദ്യുതി ലൈനിൽ ചാഞ്ഞു കിടക്കുന്ന മരക്കമ്പുകളെല്ലാം വെട്ടുന്ന ജോലിക്കിടെയാണ് വൈദ്യുതാഘാതമേറ്റത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുവാൻ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാജേഷിന്റെ മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഒരു വ്യക്തിക്ക് വേണ്ടിയായിരുന്നില്ല. പിണറായി വിജയന്റെ വീട് 8 മണിക്കൂർ നേരം ED ഉപരോധിച്ചു. അതിനുവേണ്ടിയായിരുന്നു സമരം. ബിനോയ് വിശ്വം. പിണറായി വിജയനെതിരായ കേന്ദ്ര ഏജൻസികളുടെ നടപടിയെ ഇനിയും പ്രതിരോധിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അകാരണമായി റെയ്ഡ് ചെയ്തതിനെതിരെയാണ് പ്രതിഷേധമെന്നും ഇത്തരം നടപടികൾ തുടർന്നാൽ പ്രതിഷേധം ഇനിയും ഉണ്ടാകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. മക്കൾ മേടൈ. അണ്ണാമലയ്ക്ക് പിന്നാലെ സോഷ്യൽ മൂവ്മെന്റുമായി രജനീകാന്തിന്റെ ഭാര്യ ലത. അണ്ണാമലയ്ക്ക് പിന്നാലെ സോഷ്യൽ മൂവ്മെന്റുമായി രജനീകാന്തിന്റെ ഭാര്യ ലത. മക്കൾ മേടൈ എന്ന പേരിലാണ് പ്ലാറ്റ്ഫോം. ആർക്കും മൂവ്മെന്റിന്റെ ഭാഗമാകാമെന്ന് ലത രജനീകാന്ത് പറഞ്ഞു. അണ്ണാമലൈ പുതിയ സംഘടനാ പ്രഖ്യാപനത്തിനിടെ രജനീകാന്തിന്റെ പേര് പരാമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ലത രജനീകാന്ത് സമൂഹ മാധ്യമത്തിലൂടെ ഇക്കാര്യം അറിയിച്ചത്. കാലവർഷം ശക്തമാകുന്നു. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ റെഡ് അലർട്ട്. സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുന്നതിനിടെ മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ റെഡ് അലർട്ടും 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 3 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. കൂടാതെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നൽകിയിരിക്കുന്നത്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.